വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ. അപ്പോൾ നമ്മളിന്ന് കിഡ്സിൻ്റെ അടിപൊളി ഡ്രസ്സസാണ് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാനായിട്ട് നോക്കുക. അപ്പോൾ ഇന്നും നമ്മൾ കിഡ്സ് ഗേളിൻ്റെ അതുപോലെ തന്നെ ബോയ്സിൻ്റെയും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ഡ്രസ്സസ് ഡെയിലി വിയറിന് പറ്റിയിട്ടുള്ള ഡ്രസ്സസാണ് ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്തായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാനായിട്ട് നോക്കുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമുക്ക് പറ്റിയില്ല, അതായത് ഗേൾസിന് പറ്റിയിട്ടില്ല നല്ല ഡെയിലി വെയർ ഡ്രസ്സസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കധികം പറഞ്ഞ് ടൈം കളയണ്ട അല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെന്നുണ്ടെങ്കിൽ എന്തായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായിട്ടും ലൈക്ക് ചെയ്യാം കേട്ടോ. അത് മാത്രമല്ല നിങ്ങളെ ഫീഡ്ബാക്കിലൊക്കെ എന്തായിട്ട് കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ നമുക്ക് അധികം പറഞ്ഞ് ടൈം കളയണ്ട അല്ലേ, നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു കിഡ്സ് ബോയ് ഡ്രസ്സ് നോക്കാം അല്ലേ. അപ്പോൾ ഞാൻ എല്ലാം തന്നെ ഓപ്പൺ ചെയ്ത് നോക്കിയ ഡ്രസ്സായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ കാണണം എന്നുള്ളവർ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID എന്തായിട്ടൊന്ന് ഫോളോ ചെയ്ത് വെക്കാം. ഞാൻ അതിൽ ഇതിൻ്റെ ഷോർട്സ് വീഡിയോ ഓപ്പൺ ചെയ്യുന്ന വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും, കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണണം എന്നുള്ളവർ എൻ്റെ ഇൻസ്റ്റ ID ഒന്ന് ഫോളോ ചെയ്തിട്ട് അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഡ്രസ്സ് വന്നിട്ടുള്ളത്. ഒരു യെല്ലോയും ബ്ലാക്കും കോമ്പിനേഷനിൽ വന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ. ഒരു സെറ്റാണ്, ഒരു ട്രൗസറും അതുപോലെ തന്നെ ടീഷർട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ ടീഷർട്ട് വന്നിട്ടുള്ളത്. ഇത് വന്നിട്ടൊരു കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടീഷർട്ടിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഇങ്ങനെ ഒരു പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഒരു യെല്ലോയും ബ്ലാക്കും കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത്. സ്ലീവ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടീഷർട്ടാണ്, റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത്. നല്ല കംഫർട്ടായിട്ട് നമ്മുടെ മക്കൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റിയ ഒരു ഡ്രസ്സാണ് കേട്ടോ. കാരണം ഈ ഒരു ചൂട് ടൈമിൽ എന്തുകൊണ്ടും അവർക്ക് നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ പോലത്തെ ഡ്രസ്സേ അവർക്ക് ഇടാനായിട്ട് പറ്റുള്ളൂ. കാരണം അത്രയും ചൂടുള്ള ടൈമാണല്ലോ. അപ്പോൾ ഡ്രസ്സിൻ്റെ ആവശ്യമൊന്നുമില്ല സത്യം പറഞ്ഞാൽ. എന്നാലും നമുക്ക് വീട്ടിൽ നല്ല നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കണം എന്നുള്ളവർക്കൊക്കെ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഡെയിലി വിയറിന് യൂസ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഡ്രസ്സാണിത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ട്രൗസർ വന്നിട്ട് ഒരു ബ്ലാക്ക് കളറിലാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള നല്ല അടിപൊളി ട്രൗസറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ഡ്രസ്സിൻ്റെ സൈസ് എടുത്തിട്ടുള്ളത് 3 to 4 ആണ്. അതുകൊണ്ട് തന്നെ നല്ല കറക്റ്റ് ഫിറ്റിങ്ങിലാണ് കേട്ടോ ഉള്ളത്. കുറച്ച് ലൂസായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈസ് വന്നിട്ട് അതിൽ വന്നിട്ട് 3 months മുതൽ 6 years വരെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇടയിലുള്ള സൈസിലുള്ള കുട്ടികൾക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രസ്സാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഡ്രസ്സിൻ്റെ റേറ്റ് വന്നിട്ട് 184 രൂപയാണ് കേട്ടോ. അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ് വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും, ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് സെക്കൻഡ് പ്രൊഡക്റ്റ് നോക്കാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഡ്രസ്സ് വന്നിട്ടുള്ളത് ഒരു ബ്ലാക്കും വൈറ്റും കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. ഇതും സെറ്റാണ് വന്നിട്ടുള്ളത്. നമ്മൾ ടീഷർട്ടും അതുപോലെ തന്നെ ട്രൗസറും വന്നിട്ടുള്ള സെറ്റാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. ഇതിൻ്റെ ക്വാളിറ്റിയും പറയാണ്ടിരിക്കാൻ പറ്റില്ല. നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതിന് വന്നിട്ട് സ്ലീവ് ഇല്ല കേട്ടോ. സ്ലീവ്ലെസ് ആയിട്ടുള്ള ടീഷർട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു ടീഷർട്ടിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഇങ്ങനെ ഒരു സ്റ്റിക്കറിലുള്ള ഒരു പിക്ചറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇത് കുറേ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പോകുന്നൊരു തോന്നലുണ്ട് കേട്ടോ. ഇതിന് മുന്നേ ഞാൻ ഡ്രസ്സ് വാങ്ങിയിട്ട് ഒരു 3-4 പ്രാവശ്യം വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ പോയിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട്. പക്ഷേ ഈ ഒരു സ്റ്റിക്കറിൻ്റെ കാര്യത്തിൽ ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. പക്ഷേ ക്വാളിറ്റി വൈസ് നോക്കുമ്പോൾ അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റിയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും, നല്ല അടിപൊളി കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. സ്ലീവ്ലെസ് ആണ്. അപ്പോൾ ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് 3 to 4 തന്നെയാണ് കേട്ടോ. എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ട്രൗസർ വന്നിട്ടുള്ളത്. നല്ല അടിപൊളി സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ട്രൗസറാണ് വന്നിട്ടുള്ളത്. ഇത് വന്നിട്ട് വൈറ്റും ബ്ലാക്കും റെഡും കോമ്പിനേഷനിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് 3 to 4 ആണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് വെറും 156 രൂപയാണ് കേട്ടോ. ഈ ഒരു റേറ്റിന് എന്തായിട്ടും വർത്തായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ സൈസ് വന്നിട്ട് 3 months മുതൽ 5 years വരെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ സൈസ് ഏതാണെന്ന് നോക്കിയിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത്രയ്ക്കുള്ളൂ ഈ ഒരു ഡ്രസ്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാം, കുറച്ചധികം ഡ്രസ്സസ് കാണിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് നോക്കാം.
അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഡ്രസ്സ് വന്നിട്ടുള്ളത്. ഇതൊരു ടീഷർട്ടും അതുപോലെ തന്നെ ട്രൗസറാണ് വന്നിട്ടുള്ളത്. സ്ലീവ്ലെസ് ആണ് കേട്ടോ ടീഷർട്ടിന് വന്നിട്ടുള്ളത്. ഇതിൻ്റെ കളർ വന്നിട്ട് ഒരു ആഷ് കളറിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. എന്നിട്ട് ഈ ഒരു ടീഷർട്ട് വന്നിട്ട് അധികം കട്ടിയൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ചൂട് സമയത്ത് നല്ല കംഫർട്ടായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ വലിയ കാര്യമായിട്ട് പ്രിൻസ് ഒന്നുമില്ല. ഇവിടെ ഒരു 2 ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല ഒരു രസമായിട്ടുള്ള ഒരു ടീഷർട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു ട്രൗസർ വന്നിട്ട് നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു ട്രൗസറാണ് വന്നിട്ടുള്ളത്. നല്ലൊരു എന്താ പറയുക, അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഡ്രസ്സാണ്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ഒരു സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിൻ്റെ സൈസ് വന്നിട്ട് 3 മന്ത് മുതൽ 6 ഇയേഴ്സ് വരെ അവൈലബിൾ ആണ്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 131 രൂപയാണ് കേട്ടോ. നല്ല അഫോർഡബിൾ റേറ്റിനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഗുഡ് ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ 3rd ഡ്രസ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത് കിഡ്സ് ഗേളിൻ്റെ ഡ്രസ്സാണ് കേട്ടോ. ഇതും സെറ്റാണ് വന്നിട്ടുള്ളത്. ട്രൗസറും അതുപോലെ തന്നെ ടീഷർട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. ഈ ഒരു പിക്ചറിൽ കണ്ടിട്ടുള്ള ഈ ഒരു ഡ്രസ്സാണ് എൻ്റെ കയ്യിൽ കിട്ടിയതും സെയിം തന്നെയായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ടീഷർട്ട് വന്നിട്ടുള്ളത്. ഇതൊരു ഡാർക്ക് ലാവൻഡർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള ഒരു ടീഷർട്ടാണ് കേട്ടോ. സ്ലീവ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ നെക്കാണെങ്കിൽ റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ഗ്ലാസിൻ്റെ പിക്ചറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു ടോപ്പാണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ടീഷർട്ടാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും. നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ ഈ ഒരു ടീഷർട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് 5 to 6 ആണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള കിഡ്സ് ബോയിൻ്റെ ഡ്രസ്സസ് എല്ലാം തന്നെ 3 to 4 ആണ് കേട്ടോ സൈസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഗേൾസിൻ്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് 5 to 6 ആണ് കേട്ടോ. എല്ലാത്തിൻ്റെയും സൈസ് എടുത്തിട്ടുള്ളത് ഞാൻ ഫസ്റ്റ് തന്നെ പറയാണ്, പിന്നെ അത് ഇടയ്ക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എല്ലാത്തിൻ്റെയും സൈസ് ഞാൻ 5 to 6 ആണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ടീഷർട്ട് വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടീഷർട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ട്രൗസർ വന്നിട്ട് നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള നല്ല അടിപൊളി പ്രിന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. നല്ല അടിപൊളി നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല ഈ ഒരു ഡ്രസ്സിൻ്റെ സൈസ് വന്നിട്ട് 2 ഇയേഴ്സ് മുതൽ 14 ഇയേഴ്സ് വരെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവാനൊരു സാധ്യത ഉണ്ട്. അപ്പോൾ എന്തായിട്ടും പെട്ടെന്ന് തന്നെ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഈ ഒരു ഡ്രസ്സിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 250 രൂപയാണ് കേട്ടോ. കുറച്ച് റേറ്റ് ഉണ്ട്, എന്നാലും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. അത്യാവശ്യം നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ടീഷർട്ടാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് നോക്കാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് ഒരു ടീഷർട്ടും അതുപോലെ തന്നെ ഒരു ട്രാക്ക് പാൻറ് പോലത്തെ ഒരു പാൻറ്റാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. ഈ ഒരു പിക്ചറിൽ കണ്ടിട്ടുള്ള ഈ ഒരു ഡ്രസ്സാണ് സെയിം ആണ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ഒരു എന്താ പറയുക ഒരു സിൽക്ക് ബ്ലെൻഡ് പോലത്തെ ഒരു മെറ്റീരിയലാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ആ ഒരു എന്താ പറയുക ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബനിയൻ ക്ലോത്ത് മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, ഇങ്ങനൊരു മെറ്റീരിയലാണ് ഇത് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പാൻറ്റിന് വന്നിട്ട് ഇലാസ്റ്റിക് ആണ് കേട്ടോ. നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള പാൻറ്റാണ് വന്നിട്ടുള്ളത്. സെയിം പ്രിന്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു പാൻറ്റിന് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ ഇതിൻ്റെ സൈസ് വന്നിട്ട് 3 മന്ത് മുതൽ 8 ഇയേഴ്സ് വരെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ എന്തായിട്ടും ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 265 രൂപയാണ് കേട്ടോ. ഈ ഒരു റേറ്റിന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡ്രസ്സ് തന്നെയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നല്ല ചൂടാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫാസ്റ്റിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡ്രസ്സ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായിട്ടും ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് നോക്കാം. അപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് ഒരു ഫ്രോക്കാണ് കേട്ടോ. ഒരു ഫ്രോക്കാണ് കാണിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു കളറ് നേരത്തെ ഒരു കിഡ്സ് ബോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ട്രൗസറും ടീഷർട്ടും കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സെയിം മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഇതിനും വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഫ്രോക്ക് വന്നിട്ട് സ്ലീവ്ലെസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല എന്താ പറയുക കംഫർട്ടായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഇങ്ങനെ ഒരു സ്റ്റിക്കറിൽ വന്നിട്ടുള്ളൊരു പ്രിൻ്റാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സൈസ് ഞാൻ പറഞ്ഞ പോലെ 5 to 6 തന്നെയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ സൈസ് വന്നിട്ട് 3 മന്ത് മുതൽ 6 ഇയേഴ്സ് വരെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് 131 രൂപയാണ് കേട്ടോ. ഈ ഒരു റേറ്റിന് എന്തായിട്ടും വർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായിട്ടും ചെക്കൗട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് നോക്കാം.
അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ഡ്രസ്സ് വന്നിട്ടുള്ളത്. ഒരു ലാവൻഡർ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു സെറ്റാണ് കേട്ടോ. ഞാൻ ആ പിക്ചറിൽ കണ്ടപ്പോൾ ഒരു ട്രൗസറും ടീഷർട്ടും നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഒരു ട്രൗസറിനേക്കാളും കുറച്ച് ഇറക്കത്തിൽ ഒരു എന്താ പറയുക 3/4 പാൻറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ടീഷർട്ട് ആണെങ്കിലും കുറച്ച് ലെങ്ത്തിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു പിക്ചറിൽ കണ്ട ആ ഒരു സൈസ് അല്ല ഇത് കയ്യിൽ കിട്ടിയപ്പോൾ. പക്ഷേ കുഴപ്പമില്ല കേട്ടോ. പിക്ചർ കണ്ടത് വെച്ചിട്ട് അത്രയ്ക്ക് രസമൊന്നുമില്ല കാണാൻ. ആ ഒരു പിക്ചറിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. പക്ഷെ കയ്യിൽ കിട്ടിയപ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് സൈസ് ഉണ്ടായിരുന്നത്. പക്ഷെ കുഴപ്പമില്ല, ആ മെറ്റീരിയലൊക്കെ അതിൽ കണ്ട പോലെ തന്നെയാണ് ഉള്ളത്. ഇതിൻ്റെ പാൻറ് വന്നിട്ട് ഇത് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഒരു പാൻറ്റാണ് വന്നിട്ടുള്ളത്. പാൻറ് തന്നെ പറയാം കേട്ടോ, കുറച്ച് ലെങ്ത്തിലാണ് വന്നിട്ടുള്ളത്. ടീഷർട്ട് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനൊരു എന്താ പറയുക മാമാസ് മിനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ നല്ലപോലെ ചൂടെടുക്കുന്ന ഒരു മെറ്റീരിയൽ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഡ്രസ്സിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 236 രൂപയാണ് കേട്ടോ. ആ ഒരു റേറ്റിന് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലാന്ന് തന്നെ പറയാം കേട്ടോ. കാരണം ആ ഒരു പിക്ചറിൽ കണ്ട ആ ഒരു ഭംഗി എനിക്ക് കയ്യിൽ കിട്ടിയപ്പോൾ തോന്നിയിട്ടില്ല. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് വേർത്തായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഈ ഒരു ഡ്രസ്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ടോട്ടൽ 7 ഡ്രസ്സസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ലാസ്റ്റത്തെ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെടാത്തത്. ബാക്കിയെല്ലാം തന്നെ അടിപൊളി ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള ഡ്രസ്സുകൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും, ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ഫീഡ്ബാക്കുകളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അത് മാത്രമല്ല നിങ്ങൾക്ക് നെക്സ്റ്റ് ഏതൊക്കെ വീഡിയോ ചെയ്യാൻ ഉള്ളതൊക്കെ ഒന്ന് സജഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം വീഡിയോ ചെയ്യാനാണ് എനിക്കും ഇഷ്ടം. അപ്പോൾ ഏതൊക്കെ വീഡിയോസ് ചെയ്യണം എന്നൊക്കെ ഉള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇനിയും അടിപൊളി വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.